മാവേലിക്കരയിലാണ് ഇന്ന് വോട്ട് ഓൺ വീൽസ്. പൊടിപൂരമാണ് ഈ മണ്ഡലത്തിൽ. സിറ്റിംഗ് MP കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര മണ്ഡലത്തിൽ നിന്ന് തുടർച്ചയായ 4ാം വിജയം ലക്ഷ്യമിട്ട് മത്സരിക്കും. CPIയുടെ യുവജന നേതാവ് CA അരുൺകുമാറാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി. കോൺഗ്രസിൽ നിന്ന് അടുത്തിടെ BDJSലെത്തിയ ബൈജു കലാശാല NDAയ്ക്ക് വേണ്ടി മത്സരിക്കുന്നു. മാവേലിക്കര 3 ജില്ലകളിലായി പരന്നുകിടക്കുന്ന സംവരണ മണ്ഡലം. വടക്ക് ചങ്ങനാശ്ശേരി മുതൽ തെക്ക് പത്തനാപുരം വരെയാണ് മാവേലിക്കര മണ്ഡലം. ഇടയ്ക്ക് കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്. NSSനും KPMSും SNDPക്കും വിവിധ ക്രൈസ്തവ സംഘടനകൾക്കുമെല്ലാം വേരോട്ടമുള്ള മാവേലിക്കരയിൽ ഇത്തവണ പരിചയസമ്പത്തും യുവത്വവും തമ്മിൽ തീപാറും പോരാട്ടമാണ്. കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന MPമാരിലൊരാളാണ് കൊടിക്കുന്നിൽ സുരേഷ്. 4 തവണ അടൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിലും ഹാട്രിക് വിജയം നേടി. 4ാം തവണയും അങ്കത്തട്ടിലിറങ്ങുമ്പോൾ കൊടിക്കുന്നിൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ജനാധിപത്യവും മതേതരത്വവും ബഹുസ്വരതയും നിലനിർത്താൻ ഇന്ത്യ സഖ്യമധികാരത്തിൽ വരേണ്ടതുണ്ട് എന്നാണ് കൊടിക്കുന്നിൽ പറയുന്നത്. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ MPമാരുണ്ടാകണം. 2-3 MPമാരുള്ള ഇടതുപക്ഷത്തിന് മോദി സർക്കാരിനെ താഴെയിറക്കാൻ സാധിക്കുമോ എന്ന് കൊടിക്കുന്നിൽ ചോദിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ഒരു വിധിനിർണായകമായ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. ഇവിടെ BJPയുടെ നേതൃത്വത്തിലുള്ള മോദി സർക്കാരിനെ താഴെ ഇറക്കണം. അതിന് പകരം രാഷ്ട്രപതി ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള ഒരു പാർട്ടിയെ ഗവൺമെൻറ്റിലാക്കി ക്ഷണിക്കണമെങ്കിൽ ഏറ്റവും കൂടുതൽ MPമാർ കോൺഗ്രസിനുണ്ടാകണം. രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയായി ക്ഷണിക്കണമെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച MPമാരുടെ ഭൂരിപക്ഷം ഉണ്ടാകണം. അതാണ് ഇവിടെ പ്രധാനം. അതിനാണ് നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നത്. BJPയുടെ ഭരണം ഇനി ഉണ്ടാകരുത്. നമ്മുടെ രാജ്യത്തിലെ മതേതരത്വവും ജനാധിപത്യവും തകർത്തെറിഞ്ഞ് അവർ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ബഹുസ്വരത ഇല്ലാതായിരിക്കുന്നു. മതന്യൂനപക്ഷങ്ങളാകെ പരിഭ്രാന്തിയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ BJPയുടെ ഭരണത്തെ താഴെ ഇറക്കുകയും ഇവിടെ ഒരു ജനാധിപത്യ മതേതര ഗവൺമെൻറ് ഉണ്ടാകണമെങ്കിൽ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച കൂടുതൽ MPമാരുണ്ടാകുന്ന സാഹചര്യം കോൺഗ്രസിനുണ്ടാകണം. അതിന് തീർച്ചയായും വോട്ടർമാർ അതിനാണ് വില കൽപ്പിക്കുക. അല്ലാതെ ലോക്സഭയിൽ 2-3 MPമാർ മാത്രം വരുന്ന ഇടതുപക്ഷ പാർട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? BJP താഴെ ഇറക്കാൻ പറ്റുമോ? ഈ രാജ്യത്തിൻ്റെ ബഹുസ്വരത വീണ്ടെടുക്കാൻ അവർ കഴിയുമോ? നമ്മുടെ ജനാധിപത്യവും മതേതരത്വം നിലനിർത്താൻ അവർ കഴിയുമോ? നാടിന് ഗുണം ചെയ്യുന്ന, നാടിനോടൊപ്പം നിൽക്കുന്ന ആളും അതുപോലെ ദേശീയ തലത്തിൽ ഇപ്പോൾ ഞാൻ മുതിർന്ന MP ആയപ്പോൾ പാർലമെൻറ്റിൽ ചീഫ് വിപ്പാണ്, കോൺഗ്രസ് പാർട്ടി ചീഫ് വിപ്പാണ്. അതുപോലെ പോട്ടൈം സ്പീക്കർ പാനൽ അംഗമായി, ലോക്സഭയിൽ 5 വർഷക്കാലം സഭ നിയന്ത്രിക്കുന്ന സ്പീക്കർ പാനൽ അംഗമായി, ലോക്സഭയുടെ പ്രിവിലേജ് കമ്മിറ്റി അംഗമായി, ലോക്സഭയുടെ കാര്യോപദേശ സമിതി അംഗമായി. അപ്പോൾ ഇതൊക്കെ മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ സീനിയർ MP ആയതുകൊണ്ട് ലഭിച്ച അംഗീകാരങ്ങളാണ്. കേരളത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി ചീഫ് വിപ്പായിട്ട് ആദ്യമായിട്ട് ഞാനാണ് വരുന്നത്. അത് പോട്ടൈം സ്പീക്കർ പാനൽ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് ഒരാൾ വരുന്നത് ഞാനാണ്. അതുപോലെ ലോക്സഭയുടെ ചെയറിലിരുന്ന് സഭാ നടപടി നിയന്ത്രിക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. ഇതൊന്നും ഒരു കമ്മ്യൂണിസ്റ്റ് MP ജയിച്ചു വന്നാൽ കിട്ടുമോ? അപ്പോൾ അതൊക്കെ ഇവിടുത്തെ വോട്ടർമാർ പരിശോധിച്ചായിരിക്കും വോട്ട് ചെയ്യുന്നത്. 7 തവണ MP-ആയ കൊടിക്കുന്നിൽ 8ാം തവണയും വിജയപ്രതീക്ഷയുമായി രംഗത്തിറങ്ങുമ്പോൾ മണ്ഡലത്തിന് ചാഞ്ചാട്ടമുണ്ടോ? സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ അങ്ങനെ പറയാനൊക്കത്തില്ല. ഇവിടെ എന്ന് പറയുന്നത് 2 കൂട്ടർക്കും സാധ്യതയുള്ളൊരു ടൈറ്റ് മത്സരം. അന്നേരം നമുക്കത് വിധി എഴുതാനൊക്കത്തില്ല. ജയിക്കാൻ അരുൺകുമാറാണ് ജയിക്കാൻ സാധ്യത എന്ന് പറഞ്ഞാൽ കൊടിക്കുന്നിൽ സുരേഷ് ഇപ്പോൾ ഒരുപാട് വർഷങ്ങളുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ മാറ്റം, പയ്യനല്ലേ, ഒരു മാറ്റം വേണമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോഴത്തെ ഭരണം എല്ലാം കണ്ടിട്ട് ആൾക്കാർ വിലയിരുത്തട്ടല്ല, എന്താ പറയാൻ, പ്രശ്നങ്ങളുണ്ടല്ലോ, എന്തെല്ലാം മൊത്തം പ്രശ്നമല്ലേ. ഏത് ഭരണം വേണമെന്നും ആരാണ് നല്ലതെന്നും ഒക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ, അതല്ലേ നമ്മൾ പറയേണ്ടത്. നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷാണ് അറിവിൽ ജയിക്കാൻ പോകുന്നത്. സാധ്യത നമുക്കൊന്നും അറിയത്തില്ല. നമുക്കുള്ള ഒരു വോട്ടുള്ളത് ദൈവം തമ്പുരാൻ ആർക്കെങ്കിലും കൊടുക്കണം. ഞങ്ങളുടെ അറിവ് ഞങ്ങളുടെ ഇവിടെ ആയാലും എന്തായാലും കൂടുതൽ വികസനത്തിൽ മുന്നിട്ട് നിൽക്കുന്ന LDF ആണ്. പിന്നെ അതിന് കൊടുക്കണമെന്നാണ് ആഗ്രഹം. ഇത്തവണ ഏതു വിധേനയും മാവേലിക്കര പിടിക്കുമെന്ന വാശിയിലാണ് ഇടതുപക്ഷം. CPI ആലപ്പുഴ ജില്ലാ കൗൺസിൽ അംഗവും AIYF നേതാവുമായ CA അരുൺകുമാറിന്റെ പത്രികാ സമർപ്പണത്തിന് എത്തിയ ഇടത് നേതാക്കളുടെ നിര അതിന് സാക്ഷ്യമാണ്. മന്ത്രിമാരായ KN വേണുഗോപാൽ, സജി ചെറിയാൻ, P പ്രസാദ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, MLA-മാരായ MS അരുൺകുമാർ, ജോബ് M മൈക്കിൾ, കോവൂർ കുഞ്ഞുമോൻ, നേതാക്കളായ CS സുജാത, ശോഭന ജോർജ് തുടങ്ങി മണ്ഡലത്തിലെ ഒട്ടുമിക്ക ഇടത് നേതാക്കളും പത്രികാ സമർപ്പണത്തിന് എത്തിയിരുന്നു. ആവേശകരമായ പ്രകടനം ഉൾപ്പെടെയായിട്ടാണ് വന്ന് നോമിനേഷൻ കൊടുത്തത്. ബഹുമാനപ്പെട്ട മന്ത്രിമാരെല്ലാവരും ഉണ്ടായിരുന്നു, MLA-മാരുണ്ടായിരുന്നു, ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ നേതാക്കന്മാരെല്ലാം ഒപ്പമുണ്ടായിരുന്നു.
ഞങ്ങളുടെ ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. എനിക്ക് ഒരു 24 കൊല്ലക്കാലമായി വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ പൊതുരംഗത്ത് വന്നയാളാണ്. ആ കാലം അത്രയും ഈ സമൂഹത്തിൻ്റെ മുമ്പിൽ പൊതുരംഗത്ത് പുലർത്തിയ സത്യസന്ധതയും ആത്മാർത്ഥതയും അർപ്പണബോധവും ഉണ്ട്. അതാണ് എൻ്റെ കൈമുതലായുള്ളത്. അதையும் മാവേലിക്കരയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഈ ഒരു മാസക്കാലം പിന്നിട്ടപ്പോൾ മാവേലിക്കരയിലെ ജനങ്ങൾ ആകമാനം അതെല്ലാം ഏറ്റെടുക്കുന്നു, അതെല്ലാം സ്വീകരിക്കുന്നു. അവർ ഹൃദയത്തിൻ്റെ ഭാഗമായി നമ്മളെ ചേർത്ത് നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് എതിരാളികളെക്കുറിച്ചൊന്നുള്ള ആശങ്കയൊന്നും ഞങ്ങൾക്കില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമായ തരത്തിൽ മുന്നോട്ട് പോവുകയാണ്. മാവേലിക്കര മാറുമെന്നുള്ളത് യാതൊരു തർക്കവുമില്ല. നമ്മൾ LDF അനുഭാവിയാണ്, ഇപ്പോൾ ജയിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. അതായത് യുവത്വം വരട്ടെ, അതാണ് എല്ലാവരുടെയും ഒരു ആഗ്രഹം. ഞങ്ങൾക്ക് ആരാ തുണ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് ഞങ്ങൾ വോട്ട് ചെയ്ത് അവരെ ജയിപ്പിക്കും. എനിക്ക് എൻ്റെ കുടുംബത്തിൽ തന്നെ 18 വോട്ടുണ്ട്. ഞങ്ങൾക്ക് വിശ്വാസമുള്ള ആളിനെ ജയിപ്പിക്കും. അത് തന്നെ കോൺഗ്രസ് ആയാലോ BJP ആയാലോ കമ്മ്യൂണിസ്റ്റ് ആയാലോ ഒന്നും നമുക്കത് പ്രശ്നമല്ല. കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ കൂടുതൽ നീക്കുന്നത്. കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങളുടെ അവിടെ മടത്തുംപടിയില്ല ഞാൻ താമസിക്കുന്നത്. ഞങ്ങളുടെ അവിടുത്തെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ കൂടുതൽ ഞങ്ങൾ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, എങ്കിലും കോൺഗ്രസ് വരാനാണ് ചാൻസ്. പെൻഷൻ്റെയും മറ്റേ കാര്യങ്ങൾ, ഈ സാധനത്തിന് വില കൂടിയതും ഗ്യാസിന് വില കൂടിയതും ഒക്കെ എല്ലാം കൂടെ മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ ഒരു പുതിയ സർക്കാർ വരണമെന്നാണ് ആഗ്രഹം. അടുത്തിടെ കോൺഗ്രസിൽ നിന്നും BDJS-ലെത്തിയ ബൈജു കലാശാലയാണ് NDA സ്ഥാനാർത്ഥി. നരേന്ദ്രമോദിയുടെ വികസന പ്രവർത്തനങ്ങളും അദ്ദേഹം പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പുന്നതുമാണ് തന്നെ NDA-യിലേക്ക് ആകർഷിച്ചത് എന്ന് ബൈജു കലാശാല പറയുന്നു. വർത്തമാനകാല രാഷ്ട്രീയം പരിശോധിച്ചാൽ തീർച്ചയായും എല്ലാവരും NDA-യുടെ ഭാഗമാകേണ്ടതാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെയാണ് NDA-യുടെ ഭാഗമാകാനും മത്സരിക്കുവാനും തയ്യാറായി. കാര്യം രാജ്യത്ത് നരേന്ദ്രമോദിജിയുടെ ഗവൺമെൻറ് പിന്നെ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, സാധാരണക്കാരായ ആളുകളുടെ കവിളിൽ കണ്ണീരിൻ്റെ നനവുള്ള മുഴുവൻ ആളുകളുടെയും സങ്കടങ്ങൾ ഒപ്പാൻ കഴിയുന്ന ഒരു ഭരണാധികാരിയായി, ഒരു ഭരണകൂടമായി NDA ഗവൺമെൻറ്റും മോദിജിയും മാറിയിട്ടുണ്ട്. മോദിജിയുടെ പ്രവർത്തനങ്ങളാണ് തീർച്ചയായിട്ടും NDA-യുടെ ഒരു സ്ഥാനാർത്ഥിയാകുന്നതിലേക്ക് ആകാൻ എന്നെ പ്രേരിപ്പിച്ചത്. ജനം നോക്കുന്നത് കഴിവും കാര്യശേഷിയുമാണ്. ഞാൻ പറയുന്നത് ഇവർക്ക് എന്തിനാണ് വോട്ട് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കി. ഒരു ദേശീയ ഗവൺമെൻറ് അധികാരത്തിൽ വരാൻ പോകുന്നു, മോദിജി വീണ്ടും പ്രധാനമന്ത്രിയാകുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ നന്മയും വികസന പ്രവർത്തനങ്ങളും ജനങ്ങൾക്ക് എത്തണമെങ്കിൽ NDA-യുടെ ഒരു MP ഉണ്ടാകുന്നതല്ലേ നല്ലത്. ജനം അങ്ങനെയാണ് ചിന്തിക്കുന്നത്.